Hello, നമ്മൾ ഇന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് Convergence to IFRS. IFRS എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക, മെഷർ ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് IFRS കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പോളിസി ഡോക്യുമെന്റ് ആണ്. ഇനി IFRS എന്താണെന്ന് നിങ്ങൾ അറിയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കൺവേർജൻസ് ടു IFRS എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കീ ടേംസിനെ പറ്റി അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ കീ ടേംസ് നോക്കാം. ആദ്യത്തെ കീ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ്, GAAP. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം മീനിങ് തന്നെ എടുക്കുകയാണെങ്കിൽ പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലേ. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫ്രെയിമാണ്. അതിൻ്റെ ഉള്ളിൽ പല എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന IFRS, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഫ്രെയിമാണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജർ ഇമേജ് ആണ്. അതിൻ്റെ ഉള്ളിൽ കുറേ സബ് എലിമെൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഈ 4 കൂടാതെ, അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, IFRS ഒക്കെ കൂടാതെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജപ്പാനീസ് ഗ്യാപ്പ് ഉണ്ട്, ജപ്പാനീസ് മോഡിഫൈഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ബംഗ്ലാദേശി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ശ്രീലങ്കൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പിന്നെ നമ്മളുടെ തന്നെ ഗൈഡൻസ് നോട്ട്സ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു എലിമെൻറ്റാണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഈ ഗ്യാപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാഷണൽ ഗ്യാപ്പ്, രണ്ട് ഇൻ്റർനാഷണൽ ഗ്യാപ്പ്. നാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ ആ കൺട്രിയുടെ ആവശ്യത്തിന് വേണ്ടി ആ കൺട്രി തന്നെ ജനറേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് നാഷണൽ ഗ്യാപ്പ്. അത് ആ കൺട്രിയിൽ മാത്രം ഉപയോഗിക്കുന്നത്. ആ കൺട്രിക്ക് നാഷണൽ ഗ്യാപ്പ് ആണെങ്കിൽ മറ്റു കൺട്രികൾക്ക് എന്തായിരിക്കും? അത് ഇൻ്റർനാഷണൽ ഗ്യാപ്പ് ആയിരിക്കും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ US ഗ്യാപ്പ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഒരു ഇന്ത്യൻ കമ്പനീനെ സംബന്ധിച്ച് US ഗ്യാപ്പ് എന്തായിരിക്കും? ഇൻ്റർനാഷണൽ ഗ്യാപ്പ് ആയിരിക്കും അല്ലേ. പക്ഷെ ഒരു അമേരിക്കൻ ഫേമിനെ സംബന്ധിച്ചത് അവരുടെ ഡൊമസ്റ്റിക് ഗ്യാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഗ്യാപ്പ് ആയിരിക്കും. ഇതാണ് നാഷണൽ ഗ്യാപ്പും ഇൻ്റർനാഷണൽ ഗ്യാപ്പും തമ്മിലുള്ള വ്യത്യാസം. നാഷണൽ ഗ്യാപ്പ്, ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നാഷണൽ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ 2 ഉണ്ട്. എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് 1977 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ASB, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. അവർ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ. അതുകൂടാതെ IFRS, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്ത് വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ പോപ്പുലർലി നമ്മൾ വിളിക്കുന്നത് Ind AS എന്നാണ്. Ind AS 2 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. 2 നാഷണൽ ഗ്യാപ്പ് ആണ്. എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് എവിടേക്കാണ് അപ്ലിക്കബിൾ, എന്ന് മുതലാണ് അപ്ലിക്കബിൾ, എന്താണ് ഈ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ജനറൽ ഫ്രെയിം വർക്കാണ് നിങ്ങൾക്ക് തരുന്ന ഒരു ഐഡിയ. ഓക്കെ, ഈ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പണ്ട് മുതലുള്ള ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ IFRSനെ കൺവേർജ് ചെയ്ത്, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത് നമ്മളുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അതിനെ Ind AS എന്നാണ് നമ്മൾ വിളിക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IFRSും Ind ASും നമ്മൾ നിയർ സീറോ ഡിഫറൻസാണ്. നിയർ സീറോ വാക്ക് നോക്കണം, നിയർ സീറോ. സീറോ ഡിഫറൻസ് അല്ല, ഡിഫറൻസ് ഒന്നും ഇല്ല എന്നല്ല, ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നിയർ ടു സീറോ അല്ലേ. ഓൾമോസ്റ്റ് സിമിലർ ടു IFRS ആണ് Ind AS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് കുറേ ഇൻ്റർനാഷണൽ ഗ്യാപ്പുകളുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ഇൻ്റർനാഷണലാണ്. അതിൽ മെയിനായിട്ടുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IAS എന്ന് വിളിക്കും. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി, അവരാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനമില്ല. ഇപ്പോൾ അതിന് പകരം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, അവരാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? IFRS, അതായത് IASൻ്റെ പുതിയ വേർഷനാണ് IFRS എന്ന് പറയുന്നത്. IAS ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസും ഫോളോ ചെയ്യുന്നുണ്ട്. UK ഫോളോ ചെയ്യുന്നുണ്ട് IFRS ഫോളോ ചെയ്യാത്ത കൺട്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇൻ ദ പ്രോസസ്സാണ്. ചൈന ഫോളോ ചെയ്യുന്നില്ല, ജപ്പാൻ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ജപ്പാനിലൊക്കെ മോഡിഫൈഡ്
IFRS ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ത്യ IFRS ആയിട്ട് സിമിലർ ആയിട്ടുള്ള നിയർ സീറോ ഡിഫറൻസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ബേസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അതാണ് ഫോളോ ചെയ്യുന്നത്. അത് ആരൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫേമാണ് ഫോളോ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നുണ്ടോ വരുന്ന സെഷനുകളിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് ഗ്യാപ്പിനെ പറ്റി പഠിക്കാനുള്ളത്. അതായത് നാഷണൽ ഗ്യാപ്പ്, ഇൻ്റർനാഷണൽ ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ കീഴിൽ പല സ്റ്റാൻഡേർഡ്സ് വരും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതായത് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ Ind AS ഉണ്ട്, IFRS ഉണ്ട്, IAS ഉണ്ട്. ഈ ഗ്യാപ്പിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻസ്, ഗൈഡൻസ് നോട്ട് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ഗൈഡൻസ് നോട്ടുകളും ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇഷ്യൂ ചെയ്യും. ഇതെല്ലാം ഗ്യാപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന സെഷനിൽ നമ്മൾക്ക് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇത് ഓരോന്നും നമ്മൾക്ക് നോക്കാം. ഓരോ കാര്യങ്ങൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതെന്തിനാണ്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അത് ആർക്കൊക്കെയാണ് ബാധകം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതുപോലെ തന്നെ IFRS എന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. ഇനി കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കൺവേർജ് ടു IFRS എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വരുന്ന സെഷനുകളിൽ പറഞ്ഞുതരാം. തൽക്കാലം ഒരു ജനറൽ ഐഡിയയ്ക്ക് വേണ്ടി മാത്രം നോക്കുക. ഇതാണ് ഗ്യാപ്പ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞാലുള്ള ഒരു ജനറൽ ഐഡിയ. ഓക്കെ.